സെക്കൻഡറി സീനിയർ ആയിട്ടുള്ള അധ്യാപകർക്ക് ഈ ടെസ്റ്റ് എഴുതാൻ കഴിയില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാനിതൊക്കെ നിങ്ങളോട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇത് ഞാൻ ഇതുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യം കൊണ്ട് ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ഇതായിരുന്നു ഞാനത് എഴുതാതിരിക്കാനുള്ള റീസൺ, അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് അധികം ശ്രദ്ധിക്കാതെ പോയത് എന്നൊക്കെ അങ്ങനെയൊന്നും നിങ്ങളുടെ ചിന്തയിലേക്ക് വരരുത്. കാര്യം ഞങ്ങൾ ഒരുപാട് അങ്ങനെ ഫേസ് ചെയ്തതാണ്. അപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചത് ഇത് നമുക്ക് പറ്റും, നമുക്ക് കിട്ടും, നമുക്ക് കിട്ടണം എന്ന് തന്നെയായിരുന്നു. അപ്പോൾ അധ്യാപകർക്ക് എഴുതാൻ കഴിയില്ല എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട യൂട്യൂബിൽ വരുന്ന ക്ലാസ്സസ് ഇതൊക്കെ ഇങ്ങനെ പതുക്കെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങി. വലിയ കാര്യമായിട്ടല്ല, എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പോൾ പാലാ സിവിൽ സർവീസ് അക്കാദമി, ഒരു സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു ചെറിയ കോച്ചിങ് ഒക്കെ തുടങ്ങിയിരുന്നു. ഞാൻ കുറച്ച് ദിവസം പോയി. പിന്നെ എനിക്കത് ഒരു എഫക്റ്റീവ് അല്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് അവിടെ വരെ പോകുന്നത് ഒരു അത്രയും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് അവസാനിപ്പിച്ചു. പിന്നീട് 2019 ഇതിന്റെ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് പിന്നെ ഇതൊന്ന് സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് തോന്നിയത്. അന്ന് ഇതുപോലെ ഞങ്ങളുടെ ചില അസോസിയേഷൻസ് ഒക്കെ നടത്തിയിരുന്നു. എനിക്ക് ഈ മേഖലയുമായിട്ട് യാതൊരു പരിചയവും ഇല്ലായിരുന്നു. ഏത് സ്ഥലത്ത് കോച്ചിങ്ങിന് പോകണമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പ്രിപ്പറേഷൻ ആരംഭിക്കേണ്ടതെന്നോ ഒരു തരത്തിലുള്ള ഒരു ഐഡിയ ഇല്ലാത്ത സമയത്താണ് നമ്മുടെ സംഘടനകളൊക്കെ നടത്തിയിട്ടുള്ള പ്രിലിംസിന് വേണ്ടി നടത്തിയിട്ടുള്ള ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മൾ പഠനം തുടങ്ങുമ്പോൾ തന്നെ മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടും ഗുണം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു രീതി, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ആദ്യം പ്രിലിംസിന് വേണ്ടിയിട്ടാണ് പഠിച്ചത്. പ്രിലിംസ് കിട്ടിയിട്ട് വേണമല്ലോ മെയിൻസിന് എന്നുള്ള രൂപത്തിലാണ് അന്ന് ഞാൻ പഠനം ആരംഭിച്ചത്. പിന്നെ പ്രിലിംസ് കുറച്ച് എനിക്ക് ഇംഗ്ലീഷും മലയാളമൊക്കെ നല്ല കുറച്ച് അടിത്തറയുള്ളതുകൊണ്ട് അതിൽ കുറച്ചൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ലക്ഷ്മികാന്ത് എന്നുള്ള പേരൊക്കെ, പോളിറ്റിയിലെ ലക്ഷ്മികാന്ത് എന്നുള്ള പേരൊക്കെ ഞാൻ അന്ന് ആദ്യമായിട്ടാണ് ഈ പ്രിപ്പറേഷന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇങ്ങനെയുള്ള ഒരു വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്താണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതും പർപ്പസ്ഫുള്ളി ആണ്. അതായത് ചില ആളുകളുണ്ടാവും ഇതൊന്നും ഞങ്ങളുടെ സബ്ജക്റ്റ് അല്ല, പുറത്തുള്ളൊരു സബ്ജക്റ്റാണ് ഞാൻ പഠിക്കേണ്ടത്, അപ്പോൾ അത് എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ സുവോളജി മെയിൻ എടുത്തിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം എൻ്റെ സബ്ജക്റ്റുമായി ബന്ധമുള്ള ഒരു സബ്ജക്റ്റ് പോലും നമ്മുടെ സിലബസിലില്ല. പക്ഷെ ഇതെല്ലാം നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതൊന്നും ഒരു ബാരിയർ അല്ല നമ്മളുടെ മുൻപിൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആകെ വേണ്ടത് നമ്മുടെ ഡെഡിക്കേഷനും നമ്മൾ ഹാർഡ് വർക്ക് എന്ന് ഞാൻ പറയില്ല, സ്മാർട്ട് വർക്കുമാണ് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുന്നൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രിലിംസ് ക്വാളിഫൈ ചെയ്തു. പക്ഷെ മെയിൻസ് ക്വാളിഫൈ ചെയ്യുമെന്ന് ഞാൻ അങ്ങനെ സാറ് പറയുന്ന പോലെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ മെയിൻസിനുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഹെക്ടിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു മെയിൻസിന് വേണ്ടി ഞാൻ എടുത്തത്. മെയിൻസിന്റെ പ്രിപ്പറേഷൻ നിങ്ങളോട് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാ ക്വസ്റ്റ്യൻസും എഴുതി 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 തന്നെ ശീലിക്കണം. ഒരു കാരണവശാലും വായിച്ചു പഠിച്ചിട്ട് നമ്മൾ അവിടെ പോയി കറക്റ്റ് ഒരു സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു സ്പേസിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ പോയിന്റ്സും ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെന്ന് കരുതരുത്. എഴുതി തെളിയണം എന്ന് തന്നെയാണ് ഞാൻ പറയാ മെയിൻസിന്റെ കാര്യത്തിൽ. അങ്ങനെ എഴുതി വരുമ്പോഴാണ് നമുക്ക് ഓരോ പോയിന്റും എനിക്ക് തോന്നുന്നു. ഇപ്പൊ എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട്, അവര് എന്നെക്കാളൊക്കെ ഒരുപാട് അറിവുള്ളവരാണ്. പക്ഷെ അവർക്ക് ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് സ്പേസിനുള്ളിൽ PSC എന്താണോ ആൻസർ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അത്രയും പോയിന്റ്സ് കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം അവര് മെയിൻസ് ലഭിക്കാതെ പോയതെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മെയിൻസ് എഴുതുമ്പോൾ എഴുതി 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 തന്നെ പഠിക്കണം. അങ്ങനെ മെയിൻസ് ക്ലിയർ ചെയ്തു. പിന്നീടാണ് ഇന്റർവ്യൂവിന്റെ കാര്യത്തിലേക്ക് വരുന്നത്. ആക്ച്വലി ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. എൻ്റെ ജില്ലയിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ നല്ല രീതിയിൽ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വലിയ വ്യക്തികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും
എനിക്ക് കോൺഫിഡൻസ് നൽകിയില്ലായിരുന്നു. സത്യത്തിൽ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു, സന്തോഷ് സാറിൻ്റെ അടുത്ത് വരികയും സാറിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേ ഓഫ് ട്രെയിനിങ് ആണ്, ആ ഒരു ഗ്രൂമിങ് അറ്റൻഡ് ചെയ്യുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇൻ്റർവ്യൂ എനിക്ക് തോന്നുന്നു ആ ദിവസത്തെ ആദ്യത്തെ ആളായിരുന്നു ഞാൻ ആ ബോർഡിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇരുന്ന് അവിടെ വെയിറ്റ് ചെയ്ത് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇൻ്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് സാർ എപ്പോഴും പറയും, നമുക്കാണ് പവർ, നമ്മളാണ് ഒരു സിംഗിൾ ചെയറിലിരിക്കുന്നത്, നമുക്കാണ് കൂടുതൽ പവർ. അത് തന്നെയാണ് മനസ്സിൽ കരുതേണ്ടത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമുക്ക് അവരോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഒരു പ്ലസൻ്റ് ആയിട്ട് അവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും മികച്ച സ്കോർ എല്ലാവർക്കും നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ സാറുണ്ട്, സാറ് നിങ്ങൾക്ക് അതിനു വേണ്ട എല്ലാ ട്രെയിനിങ്ങും ഇതിന് ഈ പാത്തിൽ നിങ്ങൾക്ക് നൽകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു എഫേർട്ടും നിങ്ങളുടെ ഡെഡിക്കേഷനും സാറിന് എന്താ പറയുക, ഏറ്റവും മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ട അത്രയും മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം സാറ് നിങ്ങളെ ഗൈഡ് ചെയ്യും. ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യാണ്. നിങ്ങൾ റൈറ്റ് പ്ലേസിലാണുള്ളത്. ഇനി അദ്ദേഹം ഗൈഡ് ചെയ്യുന്ന റൈറ്റ് വേയിൽ ട്രാവൽ ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അപ്പോൾ നമുക്ക് സർവീസിൽ വീണ്ടും കാണാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഒരുമിച്ച് കാണാൻ സാധിക്കുമെന്ന്. സാർ, ഇന്റർവ്യൂവിന് പോകുമ്പോൾ പാട്ട് വരെ പാടാൻ പറ്റുമെങ്കിൽ ഇരുന്ന് പാടുന്നു അല്ലേ മാഡം? അതെ സാർ, ഇന്റർവ്യൂവിന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ആ ഒരു പാട്ടും അതുണ്ടാക്കിയ ഒരു പോസിറ്റീവ് ഒരു വൈബ് ഉണ്ട് ആ സമയത്ത് ഉണ്ടാക്കിയത്. അതെല്ലാം നമ്മളെ നന്നായി ഹെൽപ്പ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പാട്ട് പാടാനൊക്കെ കഴിവുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹോബിയിൽ അത് സൂചിപ്പിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് നമുക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ പർപ്പസ്ഫുള്ളി ഇട്ടതാണത്. ആദ്യം ഞാൻ സാറിനോട് പറഞ്ഞത് സാർ അത്രയും സമയം കഴിഞ്ഞു കിട്ടുമല്ലോ എന്നാണ്. പിന്നീട് ഞാൻ ആലോചിച്ചത്, ഞാനൊരു സ്പോർട്സ് പേഴ്സണും കൂടിയായിരുന്നു. അപ്പം നമുക്ക് ഡിഫറെൻറ്റ് കുറേ മേഖലകളിൽ നമ്മളുടെ നമുക്ക് കഴിവ് തെളിയിക്കാൻ പറ്റും എന്ന് അവരെ ഒന്ന് ബോധ്യപ്പെടുത്താം എന്നുള്ളൊരു അങ്ങനെ ഒരു ട്രിക്ക് കൂടിയാണ് കേട്ടോ. ആ ഒരു ട്രിക്ക് കൂടി ഉപയോഗിച്ചിട്ടാണ് ഇന്റർവ്യൂ അത്രയും നന്നായതെന്ന് ഞാൻ കരുതുന്നു. മാഡം, നമ്മൾ മെയിൻസ് പ്രിപ്പയർ ചെയ്യുമ്പോഴേ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നോട്ട് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ആൻസർ ചെയ്ത് വേണ്ടത്? അപ്പം മാഡത്തിന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ, ഇങ്ങനെയാണ് മാഡം മെയിൻസിനെ പ്രിപ്പയർ ചെയ്തത്. കാര്യം മാഡത്തിന് ചിലപ്പോൾ നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. കാര്യം മാഡത്തിന്റെ കയ്യിലൊരു വലിയ നോട്ട് ഉണ്ട്, അതെനിക്കറിയാം. എന്നാലും അതൊന്ന് പറയുകയാണെങ്കിൽ അവർക്ക് അതൊന്ന് ഫോളോ ചെയ്യാനായിട്ടുള്ളൊരു മാർഗമുണ്ട്. അതെ സർ, നമ്മൾ അതായത് മെയിൻസിനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ കൂടുതലും ആശ്രയിച്ചത് സിവിൽ സർവീസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിനൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു ഞാൻ കൂടുതൽ നോട്ട് തയ്യാറാക്കിയത്. അത് പ്രിലിംസിനും മെയിൻസിനും അങ്ങനെ തന്നെയായിരുന്നു സർ. പ്രിലിംസിന് ഞാൻ സിവിൽ സർവീസിന്റെ 25 ഇയേഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്തിരുന്നു. അതുപോലെ മെയിൻസിനാണെങ്കിലും ഇപ്പോൾ ദൃഷ്ടി അതുപോലുള്ള ഒരുപാട് സൈറ്റ്സ് ഉണ്ടല്ലോ സിവിൽ സർവീസിന്റെ. അതുപോലെ കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ ഇൻസൈറ്റ്, അതുപോലെ വിഷൻ IAS, അതുപോലുള്ള ഏതൊക്കെ, അതായത് ഏതൊരു ടോപ്പിക് നമ്മുടെ സിലബസിലെ ഏതൊരു ടോപ്പിക് എടുത്തിട്ടും സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വാലായിട്ടൊരു UPSC കൂടി അടിച്ചു കൊടുക്കും. അപ്പം നമുക്ക് ഒരുപാട് അതിനെ സംബന്ധിച്ചിട്ടുള്ള UPSCക്കൊക്കെ വന്ന ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള നോട്ട്സോ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ കിട്ടുമായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ ഞാനത് എല്ലാം വാരി വലിച്ചെഴുതി വെക്കുകയായിരുന്നു സർ. എല്ലാം ഇങ്ങനെ കിട്ടാവുന്ന ഇൻഫർമേഷൻസ് മുഴുവൻ ഇങ്ങനെ വലിച്ചെഴുതി വെക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സിവിൽ സർവീസിന് essay എഴുതുന്ന പോലെയായിരുന്നു മെയിൻസിന് ഞാൻ ആദ്യം ചെയ്തിരുന്നത്. പിന്നീട് ഈ പറഞ്ഞതുപോലെ എഴുത്ത് അങ്ങനെയല്ല വേണ്ടതെന്നുള്ളൊരു ഇൻഫർമേഷൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറേ പേരൊക്കെ സിവിൽ സർവീസ് ഓൾറെഡി എഴുതിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ വായിച്ചു പഠിക്കാനാണ് ഞാൻ കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത്. നമുക്ക് അങ്ങനെയാണല്ലോ, കുറച്ചൊരു എഴുതി പഠിക്കാനുള്ളൊരു മടിയും. അപ്പോൾ വായിച്ചു പഠിച്ചാൽ നമുക്ക് എങ്ങനെയായാലും എഴുതാമല്ലോ എന്നായിരുന്നു ആദ്യം ചിന്തിച്ചിരുന്നത്.
പക്ഷെ നമ്മുടെ ഫ്രണ്ട്സും അങ്ങനെ ഒരു പരിചയമുള്ള സിവിൽ സർവീസിലൊക്കെ എഴുതി പരിചയമുള്ള ആളുകൾ ഇത് എഴുതി തന്നെ പഠിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് ഞങ്ങൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഒരു 3-4 പേര് കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ ഞങ്ങൾ എഴുതിയിട്ട് ആ ഗ്രൂപ്പിലിട്ട് അതിൽ ഒരു എന്താ പറയുക ഒരു അഭിപ്രായം തേടുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ സിവിൽ സർവീസിന് മുൻപ് പോയിട്ടുള്ള ഒരു സാർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനോടൊക്കെ നമ്മൾ അഭിപ്രായം ചോദിക്കേണ്ടായി. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് നമ്മൾ റൈറ്റ് പാത്തിലേക്ക് വന്നു. അതായത് കറക്റ്റായിട്ട് എങ്ങനെ എഴുതണം, ഏതൊക്കെ പോയിന്റ്സ് വരണം, ഏതൊക്കെ പോയിന്റ്സ് എങ്ങനെയൊക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള രൂപത്തിൽ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ക്വസ്റ്റ്യനെ ഏറ്റവും ഭംഗിയായിട്ട് മനസ്സിലാക്കുകയും അതിൽ ഏറ്റവും കൃത്യമായിട്ട് എഴുതാൻ എത്ര മാക്സിമം പോയിന്റ്സ് നമുക്ക് ഉൾക്കൊള്ളിക്കാമോ അത്രയും പോയിന്റ്സ് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം വേണം. സാർ എപ്പോഴും എനിക്ക് ഇന്റർവ്യൂവിന് സാർ പറഞ്ഞു തന്നതുപോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂവിന് പറയുമ്പോഴായാലും എല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് സാർ പറയായിരുന്നല്ലോ, കഥ എനിക്ക് കേൾക്കണ്ട എന്നെപ്പോഴും സാർ എന്നോട് പറയാറുണ്ട്. അത് തന്നെയാണ് മെയിൻസിനും വേണ്ടത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ കഥ എഴുതി വെച്ചതുകൊണ്ട് മെയിൻസ് ക്ലിയർ ചെയ്യില്ല. മാക്സിമം പോയിന്റ്സ് അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാക്സിമം പോയിന്റ്സ് ആ തന്ന സ്പേസിനുള്ളിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അങ്ങനെ എഴുതി ശീലിക്കണം. ഓരോ സ്പേസും ഇപ്പൊ നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾക്കൊരു മോഡൽ ഉണ്ടായിരുന്നില്ല, നിങ്ങളുടെ മുൻപിൽ ഒരു മോഡൽ ഉണ്ട്. കഴിഞ്ഞ പരീക്ഷയുടെ ഏകദേശം എത്രത്തോളാണ് സ്പേസ് ഉണ്ടായിരുന്നത് എന്ന് വരെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ആ രീതിയിലായിരിക്കും ഇനിയും വരുന്ന എക്സാം എന്നുള്ളത് കൊണ്ട് അങ്ങനെ തന്നെ എഴുതി ശീലിക്കണം. ആ പേപ്പറിൽ തന്നെ സാർ അത് ഇവർക്ക് ശരിക്കും സാറേ ആ പരീക്ഷയുടെ മോഡലിലുള്ള ആൻസർ ഷീറ്റിൽ തന്നെ എഴുതിപ്പിച്ച് ശീലിപ്പിച്ചാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ല ഇഫക്റ്റീവ് ആയിരിക്കുമെന്ന് തോന്നുന്നു. മാഡം, അപ്പൊ നമുക്ക് വേണ്ടത് അത്യാവശ്യമായി വേണ്ടത് നമ്മൾ എഴുതി പഠിക്കുക, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് സ്റ്റഡി എപ്പോഴൊരു 3-4 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പഠിക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും അല്ലേ? യെസ് സർ, ഗ്രൂപ്പ് ഡിസ്കഷൻ വളരെ 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 ഇഫക്റ്റീവ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താ പറയാ, നമ്മൾ സ്വന്തമായിട്ട് ഒരുപാട് വായിച്ചു പഠിക്കുന്നതിനേക്കാൾ ആ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇൻഫർമേഷൻസ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. അത് പെട്ടെന്ന് മറന്നു പോവില്ല നമ്മള്. അതുപോലെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം റിവൈസ് ചെയ്യാന്നുള്ളതാണ്. എനിക്ക് പറ്റിയ അബദ്ധങ്ങളെ കറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഒരുപാട് അതായത് ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ചത് എന്തൊക്കെയാണ് എന്ന് ഓർമ്മ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും അന്ന് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ആ ടൈം ടേബിളിൽ നമ്മൾ ഓരോ സബ്ജക്റ്റിനും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അതിൽ ഞാൻ ഇനി പറയാൻ പോകുന്നതിൽ ലാസ്റ്റ് പറയുന്ന ഒരു കാര്യം മാത്രം ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് മെയിൻസിന് മാർക്ക് കുറഞ്ഞു പോയത്. അപ്പൊ അത് നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. അതായത് ഞാൻ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഓരോ ദിവസവും ടൈം ടേബിൾ മീൻസ് ഓരോ ദിവസവും ഇങ്ങനെ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഹിസ്റ്ററി, ഇത്ര മണി മുതൽ ഇത്ര, അങ്ങനെ ഓരോ സബ്ജക്റ്റിനും സമയം കൊടുക്കും. അത് ഇപ്പൊ പ്രിലിംസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് നോക്കാനും അതുപോലെ ഓരോ ടോപ്പിക് വായിക്കാനും അതിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു സമയം തരുന്നത്. മെയിൻസിനാവുമ്പോൾ നമ്മൾ ഓരോ ദിവസവും എത്ര സമയം പഠിക്കും, എത്ര സമയം എഴുതും, ഇങ്ങനെയൊക്കെ നമ്മൾ ടൈം ടേബിളൊക്കെ വച്ചിരുന്നു. പക്ഷെ ഓരോ ദിവസവും മാക്സിമം കവർ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. ഒരു ദിവസം എത്ര കവർ ചെയ്തു, അതിലെനിക്ക് എത്രമാത്രം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഞാൻ അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. വായിച്ച് അങ്ങനെ പോവും. പക്ഷെ വൈകിട്ട് നിങ്ങൾ ഒരു ഇത്ര സമയം റീകളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റിവെക്കണം. നമ്മൾ അന്ന് വായിച്ചതിൽ എത്രമാത്രം നമുക്ക് ഓർമ്മയുണ്ട്, എത്രമാത്രം നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കണം. അത് വീണ്ടും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം എങ്ങാനും വീണ്ടും ആ ആഴ്ചയിൽ പഠിച്ചതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള റീകളക്ഷനും റിവിഷനും നിർബന്ധമാണ്. എങ്കിലേ നമുക്കിതെല്ലാം ഓർമ്മയുണ്ടാവുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് സർ. എനിക്ക് പറ്റിയത് അതാണ്. ഞാൻ ഒരുപാട് വായിച്ചു, പക്ഷെ റീകളക്ട് ചെയ്തില്ല. എത്രത്തോളം എനിക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്
ഇന്റർവ്യൂവിന് ഞാൻ സാറിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ ആ രീതിയിൽ എന്നോട് ഗൈഡ് ചെയ്തത് സാറ് മാത്രമാണ്. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. സാറിനത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും കുട്ടികളെ നിങ്ങൾ പഠിക്കാനുള്ള ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ദിവസം പഠിച്ച് എത്രമാത്രം നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അതിനൊരു സമയം നിങ്ങൾ കണ്ടെത്തണം നിർബന്ധമായും. അതുപോലെ റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം, എങ്കിലേ നമുക്ക് ഓർമ്മ നിൽക്കുള്ളൂ. നമ്മൾ എത്ര ഓർത്ത് വെക്കാൻ സാധിക്കുമെന്ന് കരുതിയാലും, അല്ലെങ്കിൽ നമ്മൾ എത്ര നന്നായി പഠിച്ചു എന്ന് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ കിടന്നുറങ്ങുന്ന കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് പിറ്റേ ദിവസം ഓർമ്മയുണ്ടാവില്ല. നമുക്ക് ഓർമ്മയുണ്ടാവും, ഞാനിത് പഠിച്ചതാണല്ലോ, എനിക്കിത് അറിയാമായിരുന്നല്ലോ എന്ന ഓർമ്മയുണ്ടാവും. കറക്റ്റായിട്ടുള്ള ആൻസർ സ്പോട്ട് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മാഡം, ഇതിനകത്ത് ഈ 29ാമത്തെ റാങ്കും വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ മെയിൻസിന് മാർക്ക് കുറഞ്ഞു പോയി എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് തന്നെ ഒരു അല്ല സാർ, മാഡം, ഇതിനകത്ത് നമുക്ക് അറിയേണ്ട കാര്യം, മാഡത്തിന്റെ ജോലി ഹെക്ടിക് ആയിരുന്നു. കാര്യം ഒരു ഡിസ്ട്രിക്റ്റിന്റെ കോർഡിനേറ്റർ ആയിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലായിരുന്നു. കാര്യം ഒരുപക്ഷെ രാവിലെ രാത്രിയൊക്കെ മാഡം ഫീൽഡിലായിരിക്കും. ഈ പറഞ്ഞ ആ സമയത്ത് കോവിഡ് വരുന്നുണ്ട്, കോവിഡിന്റെ ഡിജിറ്റൽ ഡിവൈഡ് അത് സോൾവ് ചെയ്യണം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുടെ ഇടയിലാണ് മാഡം ഒരു KS പോലുള്ള ഒരു പരീക്ഷയ്ക്ക് പഠിച്ചത്. അപ്പൊ അതിന് ഒന്ന് എങ്ങനെയായിരുന്നു മാഡത്തിന്റെ ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ അതിന് എപ്പോഴായിരുന്നു സമയം കണ്ടെത്തിയത്, എങ്ങനെയായിരുന്നു അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്? അത് കുട്ടികൾക്ക് ഭയങ്കര കാര്യം, നമ്മുടെ കുട്ടികൾ മാഡത്തിന് അറിയാം, ടീച്ചിങ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ മാഡത്തിന് അറിയാം. കാര്യം കുട്ടികൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വാക്ക് ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് സമയമില്ല എന്നതാണ്. അപ്പൊ മാഡം ഇത്രയും ഹെക്ടിക് ആയിട്ടുള്ളൊരു പോസ്റ്റിൽ ഇരുന്നിട്ട് എന്ന് പറയുമ്പോൾ അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് എന്താ ഒരു തലമുറയ്ക്ക് വെളിച്ചം പോയാൽ ഭാഗ്യം കിട്ടിയ ഒരു പോസ്റ്റ്. അപ്പോ അതിനകത്ത് ഇരുന്ന് എങ്ങനെയാണ്? സാർ, അത് തീർച്ചയായിട്ടും ശരിയാണ് സാർ. കാര്യം ഒരു സാധാരണ ഗവൺമെന്റ് ജോലി പോലെ 10 to 5 എന്നുള്ളൊരു ഒരു സമയ പരിമിതി, അല്ലെങ്കിൽ ഒരു സമയ ഇതിൽ ആയിരുന്നില്ല, ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ജോലി ആയിരുന്നില്ല പ്രോജക്ട് കോർഡിനേറ്റർ എന്ന് പറയുന്നത്. റഫ്ലി ഒരു 60 crores ഒരു വർഷം ചെലവഴിക്കുന്ന ഒരു പ്രോജക്റ്റാണ് സമഗ്ര ശിക്ഷ എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ് സമഗ്ര ശിക്ഷ. അപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇതിലുള്ള പലർക്കും ഈ പ്രോജക്റ്റ് എന്താണെന്ന് പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. എങ്കിലും ഞാൻ പ്രോജക്റ്റിനെ കുറിച്ച് പറയുന്നില്ല, ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള, അതായത് രാത്രി മോസ്റ്റ് പ്രോബബ്ലി 8-9 മണിക്കൊക്കെ നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ അങ്ങനെ തന്നെയായിരിക്കും വീട്ടിലെത്തുക. അത് ട്രെയിനിങ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത്. ട്രെയിനിങ്സ് ഉണ്ടെങ്കിൽ വീണ്ടും ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തുക. അത്രയ്ക്കും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ ജനപ്രതിനിധികളും കളക്ടർ ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലായ്പ്പോഴും അലർട്ടായിരിക്കണം. ഇതൊക്കെ ഒരു സൈഡിലുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നും ആവരുത്. അതിന് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്, എൻ്റെ പഠനം മുഴുവൻ രാത്രിയിലാണ്. ഞാനൊരു കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ വയ്ക്കും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു 1/2 hour അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറച്ച് സമയത്ത് നമുക്കൊന്ന് ഫ്രഷായി ഭക്ഷണം കഴിച്ച് നമുക്ക് ഇരിക്കാവുന്ന ഒരു സമയം. അത് ചിലപ്പോൾ 9 ആവും, ചിലപ്പോൾ 10 ആവും. പക്ഷെ ആ സമയത്ത് ഇരുന്നാൽ പിന്നെ രാത്രി ത്രൂ ഔട്ട് രാത്രി പഠിക്കാനാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഒരു 10, 11, 12, 1, 2, 3 മണി വരെയൊക്കെ ഒരു സാധാരണ ദിവസങ്ങളിൽ 3 മണി വരെ പോകും. ചിലപ്പോൾ 3 മണിയാകുമ്പോൾ ഉറക്കം വരില്ല എന്നുള്ളതുകൊണ്ട് 4 മണി വരെയൊക്കെ പോകും. പക്ഷെ എൻ്റെ ഒരു അനുഭവം, ഈ 3 മണി വരെയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ഇത്രയധികം പഠിച്ചു, ഇന്ന് ഇത്രയ്ക്ക് കവർ ചെയ്യാൻ സാധിച്ചു എന്നൊക്കെയുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പിന്നെ ഞാനൊരു ബയോളജി ടീച്ചറാണ്. അപ്പം നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, എൻ്റെ സബ്ജക്റ്റ് സുവോളജിയാണ്. അപ്പം നമ്മൾ സ്ലീപ്പിംഗ് ഉറക്കം എന്ന് പറയുന്നത് ഒരുപാട് തലങ്ങളിലുണ്ട്. ഡീപ്പ് സ്ലീപ്പ് നമുക്ക് ആദ്യം 1, 2, 3 തലങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഡീപ്പ് സ്ലീപ്പ് വരിക, സാധാരണ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ. ഇത്രയും സമയം ഇപ്പോൾ 3 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് നേരിട്ട് ഡീപ്പ് സ്ലീപ്പിലേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഉറക്കത്തിൽ വരുന്ന ഒരു റെസ്റ്റ്ലെസ്നെസ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല.
പെട്ടെന്ന് തന്നെ നമ്മൾ പഠിച്ചു, നമ്മുടെ ബ്രെയിൻ എല്ലാം നല്ല സാച്ചുറേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത്. പെട്ടെന്ന് തന്നെ ബ്രെയിൻ അങ്ങ് ഉറക്കത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. ഒരു 4 മണിക്കൂർ ഭംഗിയായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉണർന്നെണീക്കുന്നത് തലേ ദിവസത്തേക്കാൾ നല്ല ഊർജ്ജത്തോടു കൂടിയായിരിക്കും. 4 മണിക്കൂർ മതി, അതിൽ കൂടുതൽ വേണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ പഠനമില്ലാത്ത ഈ സമയത്ത് എന്നോട് 4 മണിക്കൂർ ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ സാധിക്കില്ല. നമ്മൾ ചിലപ്പോൾ 6-8 മണിക്കൂറൊക്കെ ഉറങ്ങിയേക്കാം. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ടൈം ടേബിളിലേക്ക് മാറിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമുക്ക് വായിക്കാൻ, ഇനി ചിലരുണ്ട് രാത്രിയിൽ വായിക്കാൻ കഴിയില്ല, രാത്രി നേരത്തെ ഉറങ്ങാം, അങ്ങനെയുള്ളവർ പുലർക്കാലങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഒരു 3 മണിക്കോ അല്ലെങ്കിൽ 2, എപ്പോഴാണോ നിങ്ങൾക്ക് സാധിക്കുന്നത് ആ സമയത്ത് ഉണരുക, ആ സമയത്ത് വായിച്ചു തുടങ്ങുക. അപ്പോഴും നിങ്ങൾക്ക് അത്രയും സമയം കിട്ടും, 4, 5, 6, 7 അങ്ങനെ. പിന്നെ രാത്രിയിലാകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ്, ആരുടെ ഒരു ശല്യം ഉണ്ടാവില്ല. മക്കൾ ഉറങ്ങിയായിരിക്കും, വീട്ടിലുള്ള ബാക്കി എല്ലാവരും ഉറങ്ങിയായിരിക്കും, പുറത്ത് വണ്ടികളോ അങ്ങനെയുള്ള ബഹളങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ നമുക്ക് കിട്ടുന്ന സമയം അത്രയും മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെയാണ് രാത്രി കാലങ്ങളാണ് ഞാൻ പഠിക്കാൻ വേണ്ടി. ഞാൻ ഒരിക്കലും പ്രിലിംസിനോ മെയിൻസിനോ വേണ്ടിയിട്ട് ലീവ് എടുത്തിട്ടില്ല. ഇൻ്റർവ്യൂവിൻ്റെ സമയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ്, ഞാൻ ഡെപ്യൂട്ടേഷൻ പോസ്റ്റ് ആയിരുന്നു പ്രോജക്റ്റ് കോർഡിനേറ്റർ എന്നുള്ളത്. അതിൽ നിന്ന് തിരിച്ച് സ്കൂളിലേക്ക് ജോയിൻ ചെയ്ത സമയത്തായിരുന്നു. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സസും ഇതൊക്കെ ആയതുകൊണ്ട് സ്കൂളിലേക്ക് പോവേണ്ടതില്ല എന്നുള്ളൊരു സമയത്താണ് എനിക്ക് ഇൻ്റർവ്യൂവിന് അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. ബാക്കി എല്ലാ സമയത്തും ഈ പറഞ്ഞ പോലെ ലീവ് എടുക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റിലായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് രാത്രി കാലങ്ങളെയാണ് മാക്സിമം പഠനത്തിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തിരുന്നത്. അത് സാധിക്കും സർ, നമ്മൾ വിചാരിച്ചാൽ. അതായത് ഇതിനെല്ലാം നമുക്ക് വേണ്ടത് എനിക്ക് വേണം എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ ഞാൻ ഒരു എക്സ്ക്യൂസസും ഇത് നേടുന്ന കാര്യത്തിൽ എനിക്ക് എക്സ്ക്യൂസസ് ഒന്നുമില്ല. എനിക്ക് വേണം, ഞാൻ പഠിക്കും എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പുറകോട്ട് വലിക്കാൻ ആർക്കും സാധിക്കില്ല, ഒരു കാരണങ്ങൾക്കും സാധിക്കില്ല. മാഡം പറയുന്നത് നല്ല സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ പോലും അതനുസരിച്ച് കണക്ട് ആവും. കാര്യം 8 മണിക്കൂർ ഉറങ്ങാൻ 4 മണിക്കൂർ ഉറങ്ങിയാൽ മതി എന്ന് ബ്രെയിൻ തന്നെ അങ്ങ് തീരുമാനിക്കും. അതെ സർ, യെസ് സർ. അതെനിക്ക് ഇതിനു മുൻപും, അതായത് ഞാൻ നെറ്റ് എഴുതുന്ന സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു. ആ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടും എനിക്കിതിപ്പോൾ ഈ പ്രാവശ്യം തന്നെ വേണം. ഞാൻ KAS പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ളൊരു കാര്യം, എനിക്ക് ഈ ഫസ്റ്റ് ബാച്ചിൻ്റെ കൂടെ ജോയിൻ ചെയ്യണം എന്ന് ഞാൻ എപ്പോഴും മനസ്സിൽ ആഗ്രഹിക്കാറുണ്ടായിരുന്നു. ബാക്കി അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇതെല്ലാം ലഭിക്കും എന്നുള്ളത്, നിങ്ങളെല്ലാവരും ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുള്ളവരായിരിക്കും. അതിൻ്റെ ബാക്കി സന്തോഷ് സാറ് നിങ്ങൾക്ക് വളരെ വളരെ എഫക്റ്റീവായിട്ട് ഈ ദിവസങ്ങളിൽ ഗൈഡ് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. സാർ അത് പറഞ്ഞു കൊടുക്കില്ലേ സാർ? അഫർമേഷൻസ് അതെ, എങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആഗ്രഹിക്കണമെന്നും ആഗ്രഹിക്കുന്ന കാര്യത്തെ ഏത് രീതിയിൽ നമ്മൾ ആഗ്രഹിച്ചാൽ അത് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുമെന്നും സാറ് നിങ്ങൾക്ക് അത്, ഞാൻ നിങ്ങളോട് പറയാത്തത്, ഞാൻ അതിൽ അത്രമാത്രം അത് ആധികാരികമായി പറയാൻ മാത്രം ഞാൻ അതിൽ പഠിച്ചിട്ടുള്ള ആളല്ല. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, ഞാൻ ഇത്രയും വിചാരിച്ചിട്ടുള്ളൂ, ഈ ഫസ്റ്റ് ബാച്ചിൻ്റെ കൂടെ എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കണം, KASലെ ഫസ്റ്റ് ബാച്ചിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കണം എന്നാണ് ഞാൻ ആദ്യമേ തുടങ്ങി വിചാരിച്ചിട്ടുള്ളത്. അത് സാധിച്ചതിൽ വളരെയധികം സന്തോഷവും അഭിമാനമൊക്കെ ഉണ്ട്. അതിന് കാരണഭൂതരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ അടുത്താണ് ഇപ്പം നിങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം സഫലമാവണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. സഫലമാകും. സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. നമ്മളാണ് പറയുന്നത് നമുക്ക് വേണം. ഞാൻ പറയുന്നത് സാറേ, നമ്മളൊക്കെ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞു വരുന്നത്. പക്ഷെ ഇവർക്ക് കുറച്ചുകൂടി നേരത്തെ ഇത്തരം ഇൻഫർമേഷൻസ് കിട്ടുന്നു എന്നുള്ളത് തന്നെ സത്യത്തിൽ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല, അവർക്ക് അതിനുള്ള ഒരു എന്താ പറയുക, ഒരു അവസരം കിട്ടിയല്ലോ. ഏറ്റവും ആദ്യം തന്നെ ഇത് മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് അവരുടെ ചിന്തകളെ നിയന്ത്രിക്കാനും അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടാകാനും അതിനനുസരിച്ചിട്ട് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാനും സാധിച്ചാൽ ഷുവർ അടുത്ത ലിസ്റ്റിൽ
നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കും. അല്ല, അവർക്ക് പിന്നെ ഒരു ഭാഗ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം അവരുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഒരു മോഡലുണ്ട്, ഒരു വെളിച്ചമുണ്ട്. നിങ്ങൾ ഇരുട്ടിൽ തപ്പുമായിരുന്നു, കാരണം നിങ്ങളുടെ അതെ ഫ്രണ്ടിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു yes. മോഡലുണ്ട്, നിങ്ങൾ എഴുതിയ ഇതുണ്ട്. മാഡം എങ്ങനെയാണ് പരീക്ഷ എഴുതിയത്? പോയിന്റ് ബേസ് ആണോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നോ? അതൊക്കെ ഒന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം മാഡം. എല്ലാം അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓ, മെയിൻസിൽ എൻ്റെ അഭിപ്രായത്തിൽ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഞാൻ പ്രിലിംസ് എപ്പോഴും മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന ആളാണ് സർ. മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക ഇൻ ദ സെൻസ് നമുക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഒരു 60 ക്വസ്റ്റ്യൻ എനിക്കറിയാം, ഞാൻ അത് ഫുൾ അറിയാമെങ്കിൽ ഓക്കെ, എങ്കിൽ പോലും ഞാൻ അങ്ങനെ നിർത്താറില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്. ഞാനൊരു മാക്സിമം ഇപ്പോൾ നമുക്കൊരു ഒരു 80 ക്വസ്റ്റ്യനെങ്കിലും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് പ്രിലിംസിൽ. അത് ഞാൻ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെയാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ നമുക്കൊരു ഒരു ഓപ്ഷൻ ഔട്ടാക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു 2 ഓപ്ഷനൊക്കെ ആണെങ്കിൽ ആ ഒരു അങ്ങനെ ഒരു എന്താ പറയുക, ഓപ്ഷൻ ഔട്ടാക്കുക എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ സർ. നമ്മൾ ശരിയല്ലാത്ത 2 നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെയുള്ള 2 കൺഫ്യൂഷൻ ഉണ്ടാവുക. അപ്പം അങ്ങനെ ആ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ചെറിയൊരു നാക്ക് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ എങ്ങനെ പോയാലും പ്രിലിംസിൽ ഒരു 80 ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ മെയിൻസിന്റെ കാര്യത്തിൽ എനിക്ക് നിർബന്ധമായും പറയാനുള്ളത് മാക്സിമം ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. എനിക്ക് പറ്റിയൊരു അബദ്ധം അതാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാതിരുന്നിരുന്നു. സമയം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട. PSC അതിനുള്ള ഒരു അത്ര സ്പേസേ നമുക്ക് തരുന്നുള്ളൂ. നമ്മൾ മറ്റ് പരീക്ഷകൾ എഴുതുന്ന പോലെ കഥ എഴുതാനുള്ള ഒരു സമയം നമുക്കില്ല. കൃത്യമായിട്ടുള്ള സ്പേസിങ്ങോട് കൂടിയാണ് ഓരോ ക്വസ്റ്റ്യനും തരുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം പോയിന്റ്സ് ഉൾക്കൊള്ളിക്കാന്നാണ്. മാക്സിമം നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് എന്തൊക്കെ അറിയാമോ അത്രയും മാക്സിമം പോയിന്റ് ആയിട്ട് എഴുതി നിറയ്ക്കാം. ഒരു കാരണവശാലും അതിൻ്റെ കഥ എഴുതാൻ നിൽക്കരുത്. അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം, ഒരൊറ്റ ക്വസ്റ്റ്യനും വിടരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫാക്ച്വൽ എറേഴ്സ് വരരുത്, അത് മാത്രം ശ്രദ്ധിക്കണം. ഒരു പക്ഷേ ഫാക്ച്വൽ എറർ ഉണ്ടെങ്കിൽ അവർ ആ ക്വസ്റ്റ്യൻ ഒന്നാകെ വെട്ടിക്കളയാൻ സാധ്യതയുണ്ട്. അപ്പം ഫാക്ച്വൽ എറർ ഇല്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മാക്സിമം പോയിന്റ്സ് ഓരോ ചോദ്യത്തിലും ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ രാജസ്ഥാൻ്റെ, തമിഴ്നാടിൻ്റെ, കർണാടകയിലൊക്കെ KS-ന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും മെയിൻസിൻ്റെ. അപ്പം അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യമേ മുതൽ എഴുതി ശീലിക്കുക. ഇങ്ങനെ പോയിന്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് പ്രിലിംസിനും നന്നായിട്ട് ഗുണം ചെയ്യും. പ്രിലിംസും നമുക്കറിയാലോ, 3-4 ഓപ്ഷൻസ് തന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഏറ്റവും യോജിച്ചത് തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഓരോ പോയിന്റും നമുക്ക് പ്രിലിംസിനും മെയിൻസിനും ഗുണം ചെയ്യും. അതുപോലെ എഴുതി തീരില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട. ഞാൻ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു തന്നിരുന്നത്, ഒരു കാരണവശാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ ആൻസർ ചെയ്ത് തുടങ്ങരുതെന്നാണ്. മെയിൻസിൽ നമുക്കൊരു ബുക്ക്ലെറ്റ് കിട്ടുമല്ലോ, ആ ബുക്ക്ലെറ്റിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എഴുതി തുടങ്ങരുത്. അത് മിക്കവാറും ഭയങ്കര ടഫായിരിക്കും. അത് എത്രത്തോളം സയൻറ്റിഫിക് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ ആ സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത്. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ബാക്കിൽ നിന്നാണ് എഴുതി തുടങ്ങിയത്. ഏറ്റവും ബാക്കിൽ അവസാനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം എഴുതി തുടങ്ങിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ഗുണകരമായിരുന്നു, പ്രത്യേകിച്ച് ഹിസ്റ്ററി പേപ്പറിലൊക്കെ. ഞാൻ വേൾഡ് ഹിസ്റ്ററി നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു. വേൾഡ് ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഏറ്റവും ബാക്കിലായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യം എഴുതിയതെല്ലാം നല്ല ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു. അതൊരു പക്ഷെ ഫസ്റ്റ് നിന്ന് എഴുതി തുടങ്ങിയെങ്കിൽ ഞാൻ ഒരു പക്ഷേ അപ്സെറ്റായി പോകുമായിരുന്നു എന്നെനിക്ക് പിന്നീട് തോന്നിയിരുന്നു. കാര്യം ആദ്യം കിടന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ വീണ്ടും ഞാൻ പറയുന്നു, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം, എല്ലാം, ഒരൊറ്റ ഒന്ന് പോലും വിടരുത്. നമുക്ക് ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും അറിയാമെങ്കിൽ അത് എഴുതി വെക്കണം. 1/2 മാർക്കിന് പോലും ഞാൻ പറയാം, 1.25 മാർക്കിന് എൻ്റെ റാങ്ക് വ്യത്യാസത്തിൽ എൻ്റെ റാങ്ക് 7 എണ്ണമാണ് താഴേക്ക് പോയത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് 22ാമത്തെ റാങ്കിലുള്ളത്. ടീച്ചർക്ക് എന്നേക്കാൾ കൂടുതലുള്ളത് 1.25 മാർക്കാണ്, പക്ഷെ 7 റാങ്കാണ് വ്യത്യാസം വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ 0.25 മാർക്സും
നമുക്ക് 0.1, 0.2, 0.3, 0.25 എല്ലാം നമുക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും മെയിൻസിൽ വിടരുത്. എല്ലാ ക്വസ്റ്റ്യനിലും എന്തെങ്കിലുമൊക്കെ എഴുതണം. അത് ഇപ്പോഴേ നിങ്ങൾ പോയിൻ്റായിട്ട് എഴുതി ശീലിച്ചാൽ നിങ്ങൾക്ക് പ്രിലിംസിനും ഗുണം കിട്ടും, മെയിൻസിനും ഗുണം കിട്ടും. മാം ഏതൊക്കെ ബുക്കുകളാണ് മാം പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ പ്രിലിംസിനും മെയിൻസിനുമായിട്ട്? ബുക്ക് പ്രിഫർ ചെയ്യുന്നത് പറഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ബുക്കുകൾ അങ്ങനെയല്ല ഞാൻ നോക്കിയിട്ടുള്ളത്. എൻലിവണ്ടർ ഒരു ബുക്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അത് തന്നെയാണ് അതിൽ ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റായിട്ട് പരീക്ഷയ്ക്ക് വന്നത്. അത് തന്നെ ഏറ്റവും മികച്ച ബുക്കാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബുക്ക് റെഫർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പോളിറ്റിക്ക് മാത്രം ലക്ഷ്മികാന്തിൻ്റെ ബുക്കാണ് അതിൻ്റെ ഒരു അവസാന വാക്കെന്ന് പറയുന്നത്. പിന്നെ NCERT ബുക്കുകൾ അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. NCERTയുടെ ബുക്കുകൾ. അതുപോലെ നമുക്കിപ്പോൾ ഞാൻ നോക്കിയിട്ട് എൻ്റെ മക്കൾ സ്റ്റേറ്റ് സിലബസിലാണ് പഠിക്കുന്നത്. അവരുടെ ബുക്കുകളിൽ പോലും കുറേ നല്ല നല്ല ഇൻഫർമേഷൻസ്, അതായത് നമ്മളത് പഠിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് നമ്മൾ പഠിച്ച് മറന്നുപോയി. ഈ ക്ലാസ്സുകളിലൊക്കെ നമ്മളിത് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ 8th മുതലുള്ള സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഒക്കെ ടെക്സ്റ്റുകൾ നന്നായിട്ട് റെഫർ ചെയ്താൽ നന്നായിരിക്കും. പ്രത്യേകിച്ച് NCERT ബുക്ക് +1 +2 NCERTയുടെ ബുക്കുകൾ വളരെ 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 എഫക്റ്റീവാണ്. അത് വെച്ചിട്ട് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം, വെറുതെ ഇത് വെക്കരുത്. അത് കൂടാതെ നമ്മൾ UPSC ഞാൻ പറഞ്ഞല്ലോ, ഓരോ ടോപ്പിക്കും നമ്മുടെ സിലബസ് എടുത്തു വെക്കുക. ഇപ്പം നിങ്ങൾക്ക് എന്തായാലും ഓരോ സിലബസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സിൽ നമ്മൾ ലെക്ചർ നോട്ട് എഴുതും. നമുക്കൊരു പ്രിന്റഡ് നോട്ട് ഉണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി അവിടെ ഒരു മീൻസ് സാറിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അത് ഉണ്ട്. ഇനി അതിനും കൂടാതെ നമുക്ക് എന്താണ് ആഡഡ് ആയിട്ടുള്ള പോയിന്റ്സ് കിട്ടുകയെന്നറിയാൻ നമുക്കതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില എന്താ പറയുക, ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, UPSC എന്ന് വെച്ചിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. അതിൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടും. ഇതെല്ലാം കൂടി കൂട്ടി വെച്ചുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ ഒരു നോട്ട് ഉണ്ടാക്കുക. ആ നോട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ലെക്ചർ നോട്ടൊക്കെ എഴുതി വെച്ച് അങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് ക്രിസ്പാക്കിക്കൊണ്ട്, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്രിസ്പാക്കിക്കൊണ്ട് പോയിന്റ് ആയിട്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. അത് ആ കാര്യം പഠിപ്പിക്കാൻ സാറിനെ പോലെ കഴിവുള്ള ഒരാൾ വേറെ ഇല്ല, സന്തോഷ് സാറിനെ പോലെ. ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഗ്രൂമിങ്ങിൻ്റെ സമയത്ത് സാറ് ഞാൻ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ ആൻസർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു സെൻറ്റൻസ് പോയിന്റിൽ നിന്ന് കൂടുതൽ പറഞ്ഞാൽ സാർ സമ്മതിക്കില്ല. എനിക്ക് കഥ വേണ്ട, നിർത്തിക്കോളൂ എന്ന് തന്നെ പറയും. പോയിന്റ് പറയൂ എന്ന് പറയും. അങ്ങനെ പറയുന്ന ആളാണ് നമ്മുടെ സാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ നിങ്ങൾ എഴുതി ശീലിക്കണം. ഒന്നിനെ കുറിച്ച് നമുക്ക് ആവശ്യമുള്ള ഈ ഡിസ്ക്രിപ്ഷൻസിനേക്കാൾ കൂടുതൽ നമുക്ക് ഓരോ പോയിന്റായിട്ട് എഴുതുമ്പോഴാണ് മാക്സിമം പോയിന്റ്സ് കളക്ട് ചെയ്യുക. ആ പോയിന്റ്സ് നമ്മളങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് ഇത്ര സമയത്തിനുള്ളിൽ, നിങ്ങളിനി സമയം വെച്ച് തന്നെ എഴുതി ശീലിക്കണം. നമുക്ക് ഓരോ ക്വസ്റ്റിനും എടുക്കാവുന്ന സമയം എത്രയുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 26 ക്വസ്റ്റിനാണ് ഒരു പേപ്പറിൽ ഉണ്ടായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ, കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പം അത്രയും അത്രയും ക്വസ്റ്റ്യൻസ് എഴുതാൻ ഇത്ര സമയം, ഒരു ഏകദേശം സമയം വെച്ചുകൊണ്ട് തന്നെ എഴുതി ശീലിക്കണം. അപ്പം അത്രയും പോയിന്റ്സ് ഇത്ര സമയം കൊണ്ട് എത്ര മാക്സിമം പോയിന്റ് നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് എഴുതി തന്നെ ശീലിക്കണം. അത് മതി. ആ ഒരു കൈ വഴക്കം ഉണ്ടായാൽ മതി. എഴുതി കൈ വഴങ്ങണം. പിന്നെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ല ലെജിബിൾ ആയിരിക്കണം. ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ മാർക്ക് കൂടുക. പിന്നെ ഇപ്പോൾ ഞാൻ അത് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരു ആരോപണം പോലെ വന്നത് മലയാളത്തിൽ എഴുതിയവർക്ക് മാർക്ക് കുറഞ്ഞു എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വന്നിട്ടുള്ളതിൽ എത്ര പേര് മലയാളത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൂടി ഞാൻ അനലൈസ് ചെയ്തിട്ട് ഞാൻ സാറിനോട് അത് ഇൻഫർമേഷൻ തരാം. അപ്പം നിങ്ങൾ മലയാളത്തിൽ എഴുതാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബെറ്റർ ഇംഗ്ലീഷിൽ എഴുതി ശീലിക്കുന്നതാണ്. അത് നിങ്ങളിങ്ങനെ പോയിന്റ്സ് ആക്കി എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു പ്രയാസം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടീച്ചർ, ഞാൻ മാത്യു തോമസ്. ഞാൻ തിരുവനന്തപുരം സ്ട്രീം 3 HSST ആണ്. എനിക്കറിയാം സാർ, സാറിന് എനിക്ക് ഓർമ്മയുണ്ട്. ശരിക്കും അസൂയാവഹമായ വിജയമായിരുന്നു.
ഞങ്ങളെ സംബന്ധിച്ച് പ്രൗഡ് മൊമെന്റ് ആയിരുന്നു താങ്ക് യു ടീച്ചറിന്റെ താങ്ക് യു വിജയം. സർ. എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് ടീച്ചറിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്, അതുപോലെ തന്നെ മെയിൻസിലും? അത് ടീച്ചറിന് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ. സബ്ജക്ട്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് സർ. നമ്മൾ അതിൽ സബ്ജക്ട്സിലൊന്നും മാറ്റി നിർത്തേണ്ടതില്ല. എല്ലാ സബ്ജക്റ്റും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രിലിംസിൽ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇതൊക്കെ നല്ല പിന്നെ നല്ല ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ എല്ലാ സബ്ജക്ട്സും നന്നായി പഠിക്കുക തന്നെ വേണം. ഹിസ്റ്ററിയും അതുപോലെ സയൻസ് ആൻഡ് ടെക്കിലൊക്കെ നമുക്ക് സയൻസ് ആൻഡ് ടെക്കിലൊക്കെ കൂടുതലും കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കുക. അതുപോലെ ഇന്ത്യയുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കൂടുതൽ നന്നായിട്ട് നോക്കണം. അതുപോലെ ഇക്കണോമിക്സ് ആണെങ്കിലും ഒരുപാട് കറണ്ട് അഫയേഴ്സ് ഇക്കണോമിക്സിലുള്ള സാധാരണ വരുന്ന എന്താ പറയുക തിയറീസ് ഒന്നും അല്ല അവർ ചോദിക്കുക. ഇക്കണോമിക്സിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇപ്പൊ നമുക്ക് മെയിൻസിന് തന്നെ 5 ട്രില്യൺ ഇക്കണോമിയുടെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സാധാരണ നമ്മൾ പഠിക്കുന്ന ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന പോലെ വെറുതെ തിയറി മാത്രം ഇക്കണോമിക്സിൽ പഠിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇക്കണോമിക്സിൽ വന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു ഇക്കണോമിക്സ് മെയിൻ എടുത്തവർക്ക് പോലും കുറച്ച് പ്രയാസം ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പ്രിലിംസിന്. അതുപോലെ പോളിറ്റി ഒക്കെ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അത് ശ്രദ്ധിക്കണേ. പോളിറ്റി നമ്മൾ വിചാരിക്കാത്ത ബുദ്ധിമുട്ടാണ്, പക്ഷെ പോളിറ്റി ഒക്കെ നമുക്ക് എപ്പോഴും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ ലക്ഷ്മികാന്ത് മാത്രമേ നമുക്ക് പോളിറ്റിയിൽ പഠിക്കാനുള്ളൂ. ആ ലക്ഷ്മികാന്ത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പോളിറ്റിയിൽ നിന്ന് വരുന്ന ഒരുവിധം ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എൻ്റെ സ്ട്രോങ് ഏരിയ ആണ് കേട്ടോ ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ ഹിസ്റ്ററിയും എനിക്ക് തോന്നുന്നു സംഘം ഏജൊക്കെ തുടങ്ങി ഇപ്പോൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി വരെയുള്ള മുഴുവൻ മേഖലയും നന്നായിട്ട് തറവായിട്ട് എനിക്ക് തോന്നുന്നു ആ ക്രോണോളജിക്കലി തന്നെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ കുറച്ച് നമുക്ക് കൂടുതൽ നന്നായിട്ട് കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ഏറ്റവും എൻഷ്യൻ, അതായത് നമ്മളിപ്പോൾ ഇൻഡസ് വാലി ഒക്കെ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ സംഗമേജ് അങ്ങനെ ആ ഏറ്റവും ആദ്യത്തേന്ന് തുടങ്ങി ഇങ്ങനെ 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 എന്താ പറയുക ഒരു കഥ പോലെ ഇങ്ങ് പോന്നാൽ നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് ഓർത്ത് വയ്ക്കാൻ വേണ്ടി സാധിക്കും. പ്രിലിംസിന് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു, പക്ഷെ മെയിൻസിന് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വൈസ് റോയിസും അവരുടെ ഭരണപരിഷ്കാരങ്ങളും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. സബ്ജക്ട്സ് എല്ലാം നമ്മുടെ സിലബസിൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, പോളിറ്റി, സയൻസ് ആൻഡ് ടെക്ക്, ജോഗ്രഫി ഈ സബ്ജക്ട്സ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സാർ. അതുപോലെ ജോഗ്രഫിയുടെ ഒരു കാര്യമുണ്ട്. ജോഗ്രഫി നമ്മൾ വിചാരിക്കും ബുദ്ധിമുട്ടാണെന്ന്. ജോഗ്രഫി കൃത്യമായിട്ട് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജോഗ്രഫി വളരെ എളുപ്പമാണ്. ജോഗ്രഫിയിൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ജോഗ്രഫിയുടെ ഒരു ഫിസിക്കൽ ജോഗ്രഫി എന്നൊക്കെ പറഞ്ഞിട്ടേ നമ്മുടെ NCERTയുടെ ബുക്ക് തന്നെ +2 ബുക്ക് തന്നെ നോക്കിയാൽ മതി ജോഗ്രഫിയിൽ. ആ ബുക്ക് നന്നായിട്ട് കവർ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റും സാർ. പിന്നെ നോക്കേണ്ടത് നമ്മുടെ ഈ പറഞ്ഞ പോലെ മലയാളം, ഇംഗ്ലീഷ്. മലയാളത്തിന് 30 മാർക്കുണ്ട്, ഇംഗ്ലീഷിന് 20 മാർക്കുണ്ട്, മാത്സിന് 10 മാർക്കുണ്ട്. മലയാളവും ഇംഗ്ലീഷും നന്നായിട്ട് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മലയാളവും ഇംഗ്ലീഷും നന്നായിട്ട് നോക്കണം. പിന്നെ മെയിൻസിനാവുമ്പോൾ ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി ഒറ്റ പേപ്പറാണ്, അതുകൊണ്ട് ഹിസ്റ്ററിയുടെ ഒരു പ്രാധാന്യം മനസ്സിലാവുമല്ലോ. ഹിസ്റ്ററി അതുപോലെ പോളിറ്റിയുമൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും സാർ. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളെ അത്രയ്ക്ക് നമുക്ക് ഈ ഒരു ആദ്യത്തെ ഒരു ഘട്ടത്തിലുള്ള ഒരു കൺഫ്യൂഷൻസ് ഇല്ലല്ലോ ഇനി വരുമ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് നിങ്ങൾ ഇപ്പോഴേ ഇപ്പോൾ സാറൊക്കെ കുറച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ എനിക്കറിയാം. എന്തോ ഒരു ചെറിയൊരു നിർഭാഗ്യം അങ്ങനെ ഒരു ഇതുകൊണ്ട് മാത്രം ഉൾപ്പെടാതെ പോയതാണ്. പിന്നെ സാറ് ഒരുപാട് ഇതിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റിലായിരുന്നു. നമ്മൾ അധ്യാപകരെ എല്ലാം എഴുതിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റിലായിരുന്നു സാറൊക്കെ. അപ്പം എന്തായാലും ഈ പ്രാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യൂ സാർ. ഹിസ്റ്ററിയൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മെയിൻസിന് ഒരു പേപ്പർ ഫുള്ള് ഹിസ്റ്ററിയാണ്. NCERT ഒക്കെ ഒരു ബേസ് ആക്കിക്കൊണ്ട് അതിന് ഡെവലപ്പ് ചെയ്താൽ കൂടുതൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ ടീച്ചർ, താങ്ക് യു. ഓക്കെ സാർ.
മാഡം എന്തായാലും ഇന്നത്തെ ദിവസം മാഡം തന്നെ വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ പോസിറ്റീവ് തോട്ടിന്റെ ഒരു 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 എന്താണ് ഒരു പുതിയൊരു സന്തോഷം കൂടെ എനിക്ക് ഇതിനകത്ത് പങ്കുവയ്ക്കാനായിട്ട് തോന്നുന്നുണ്ട്. മാഡത്തിന് അറിയാം, ഇന്നിപ്പോ UPSCയുടെ പ്രിലിംസിന്റെ റിസൾട്ട് വന്നു. 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 അപ്പൊ നമ്മുടെ വീട്ടിലുള്ള മാഡത്തിന് അറിയാം ഹരി. അപ്പൊ പുള്ളി പ്രിലിംസ് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പൊ എന്റെ ഒരു ദിവസത്തെ പോസിറ്റീവ് തോട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ പുള്ളി ഷോക്കായിട്ട് ഇരിക്കുകയാണ് പുള്ളിക്ക് പ്രിലിംസ് കിട്ടിയത്. പുള്ളിക്ക് അഭിനന്ദനങ്ങൾ. അപ്പൊ 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 അതും കൂടെ ഇന്നിപ്പോ എനിക്ക് പറയാൻ പറ്റിയാലും എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. ഇപ്പൊ നമുക്കിവിടെ 3-4 പേർക്കറ്റ്. അപ്പൊ അതിനകത്ത് ഹരിയാണ് കരഞ്ഞു വിളിച്ച് ഇന്നലെ വരെ കരഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ഇപ്പൊ കരയണോ ചിരിക്കണോ എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. അത് ശരി. അല്ല, അത് അവരൊക്കെ ഇവർക്ക് നല്ല ഇൻസ്പിറേഷൻ ആവട്ടെ സാർ. നമ്മുടെ ഈ കുട്ടികൾക്കൊക്കെ നല്ല ഇൻസ്പിറേഷൻ ആവട്ടെ. വേറെ പുതിയ 2-3 പേരുണ്ട് മാഡത്തിന്റെ നാട്ടിൽ നിന്നുള്ള ഒരു ഇന്നുണ്ടോ? ബിനീഷ് എന്നാണ് സാറിന്റെ പേര്. ബിജീഷ് ഇംഗ്ലീഷ്. അതെ, ബിജീഷ് ആണ് സാർ. ബിജീഷ്. ബിജീഷ് എവിടെയാ? തൃശ്ശൂരിലെവിടെയാ? ഞാന് വടക്കാഞ്ചേരിയാണ് സ്വദേശം. ഞാൻ ഹയർ സെക്കൻഡറിയിലാണ് വർക്ക് ചെയ്യണത്. എവിടെ? ഏത് സ്കൂളിലാണ്? ഞാനിപ്പോ പെരിന്തൽമണ്ണയാണ്, മലപ്പുറത്ത് പെരിന്തൽമണ്ണയാണ്. ചെറുതുരുത്തിയൊക്കെ ഉണ്ടായിരുന്നു. ചെറുതുരുത്തി, എരുമപ്പെട്ടി, തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായിരുന്നു. മാം, ഞാൻ മാമിന്റെ നാട്ടിലാണ്, കൊടകര ഊരകം. അത് ശരി. എവിടെ വർക്ക് ചെയ്യുന്നത്? കോടതിയിലാണ് LD ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ശരി. എവിടെ? തൃശ്ശൂർ അയ്യന്തോളിൽ. ഓക്കെ. പേരെങ്ങനെയായിരുന്നു? ശ്രീലക്ഷ്മിയാണോ? ശ്രീലക്ഷ്മി. യെസ്. ഓക്കെ. സന്തോഷം. അടുത്ത വർഷം നിങ്ങളൊക്കെ ഇവിടുന്ന് KS കിട്ടിയവരായിട്ട് പത്രത്തിലും ഒക്കെ കാണാൻ പറ്റട്ടെ. അതൊന്നും കാണുന്നുണ്ട്. ബുദ്ധിമുട്ടാവൂലോ? ഇല്ല. മോളെ വന്നോളൂ എപ്പോഴായാലും. കൊടകരയല്ലേ? കൊടകരയാണ്. നിങ്ങളുടെ സംശയങ്ങള് മാഡത്തിനോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ. കാര്യം മാഡം ഈ ഇരിക്കുന്നെങ്കിലും ഒരു നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കാര്യം മാഡത്തിന്. ഞാൻ പറഞ്ഞ കാര്യം ഒരു കഴിവ് നിങ്ങൾ മാഡത്തിനോട് നേരിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ മാഡത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചോദിച്ചാൽ നല്ലതായിരിക്കും. നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവും. ഇപ്പൊ ഞാനും മാഡമായിട്ടാണ് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചാൽ വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസത്തെ പോലെ ഞാൻ ഓരോരുത്തരും പേര് വിളിക്കേണ്ട ഒരു അവസ്ഥ വരുത്താതിരിക്കുക. മാഡം, ഒരു സംശയം. ഞാനിപ്പോ ഒരു ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ഇംഗ്ലീഷാണ് എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു സംശയമുണ്ട്. എവിടെ നിന്ന് തുടങ്ങണം? വലിയ അഡ്വാൻറ്റേജ് ആണ് സാറിന്. കാര്യം ലാംഗ്വേജ് കയ്യിലുണ്ടല്ലോ. ഇനി ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, എവിടെ നിന്ന് തുടങ്ങണം എന്ന് സംശയം ഉണ്ടെങ്കിൽ സാർ ചെയ്യേണ്ടത് NCERTയുടെ ബുക്ക് എടുത്ത് വായിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ NCERTയുടെ ബുക്ക് നിങ്ങൾക്ക് നന്നായിട്ട് പറ്റും. കാര്യം ഇംഗ്ലീഷ് ആണല്ലോ. ബാക്കിയുള്ള സാധാരണക്കാരാണെങ്കിൽ, ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ NCERTയുടെ എല്ലാ കണ്ടന്റും ഉള്ള കുറച്ചും കൂടി ലാംഗ്വേജ് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ബുക്കുകളും വായിക്കാറുണ്ട്. പക്ഷെ സാറിന് സുഖമായിട്ട് പറ്റും. +1 +2ൻ്റെ NCERT ബുക്കുകൾ ഹിസ്റ്ററി, ഇക്കണോമിക്സ്, പോളിറ്റി, ജോഗ്രഫിയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ബുക്കിൽ നിന്ന് കിട്ടും. +1 +2 ജോഗ്രഫി അവിടെ നിന്ന് തുടങ്ങുന്നതാണ് സാർ നല്ലത്. ഏറ്റവും ബെസ്റ്റ് അതാണ്. ഈവൻ UPSC അല്ലേ സാർ? ഈവൻ UPSCക്കും നമ്മൾ കുട്ടികളെ NCERT ബേസ് ചെയ്ത് തുടങ്ങാറുണ്ട് അല്ലേ? സാർ കേൾക്കാമോ? NCERT ആണ് മാഡം. ബേസിക് NCERT ആണ്. NCERT തന്നെയാണ് വായിക്കേണ്ടത്. 6ാം ക്ലാസ് മുതലുള്ള ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഹിസ്റ്ററി ഓൾഡ് NCERT ആണ് നല്ലത്. പുതിയതിനകത്ത് അത്രയും ഇല്ല. നമ്മളിപ്പോ സിലബസിന്റെ വാസ്റ്റ്നെസ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾഡ് NCERT അല്ലെങ്കിൽ R.S. ശർമ്മ പോലെയുള്ള ബേസിക് ബുക്സ്, R.S. ശർമ്മ, സതീഷ് ചന്ദ്ര ആൻഡ് വിപിൻ ചന്ദ്ര, ഈ 3 പേരുടെ ബേസിക് ടെക്സ്റ്റ് NCERT ആണ് ഏറ്റവും നല്ലത്. NCERT വായിക്കുക. NCERT ആൻഡ് SCERT ഇതിനകത്തില്ലാത്ത ഇൻഫർമേഷൻ നമുക്ക് ഇല്ല ആക്ച്വലി.
അതായത് നമ്മള് എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാർ, എൻ്റെ മകന്റെ ബുക്സ് ഒക്കെ എനിക്ക് നന്നായിട്ട് അതായത് നമുക്കിങ്ങനെ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളുടെ 6ാം ക്ലാസ് ഒക്കെ മുതലുള്ള കുട്ടികളുടെ സോഷ്യൽ സ്റ്റഡീസ് ബുക്കുകൾ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് മുകളിലേക്ക് എത്ര വേണമെങ്കിലും ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റും സാർ. അപ്പോൾ സാറിന് വായിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു NCERT 6th സ്റ്റാൻഡേർഡ് മുതലുള്ള പുസ്തകങ്ങൾ SCERT ആണെങ്കിലും NCERT ആണെങ്കിലും അത് വായിച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഓക്കെ അതുതന്നെയാണ് ഓക്കെ മെയിൻ, പിന്നെ അതിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി പോയിന്റ്സ് എവിടെന്നെങ്കിലൊക്കെ ആഡ് ചെയ്യാന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ടീച്ചർ, ജോഗ്രഫിക്ക് നമ്മൾ NCERT ബുക്ക് അല്ലാതെ എന്ത് റെഫറൻസ് ബുക്കാണ് ടീച്ചർ യൂസ് ചെയ്യുന്നത്? ജോഗ്രഫിക്ക് ആക്ച്വലി ഞാൻ റെഫർ ചെയ്തത് ആ കാര്യത്തിൽ എനിക്ക് കുറച്ച് നിങ്ങൾക്ക് എന്താ പറയുക കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ കുറവാണ്. ജോഗ്രഫിക്ക് ഞാൻ ഈ ബുക്സ് ഒക്കെ തന്നെയാണ് റെഫർ ചെയ്തിട്ടുള്ളൂ. +1 +2ൻ്റെ ജോഗ്രഫി ബുക്ക്, പിന്നെ അത് കൂടാതെ നമുക്ക് തന്നിട്ടുള്ള നോട്ട്സുമാണ് ഞാൻ റെഫർ ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും അങ്ങനെ എനിക്ക് അഡീഷണൽ റെഫറൻസിനുള്ളൊരു അത്രയും സമയം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ജോഗ്രഫിക്കൊക്കെ ഈ പറഞ്ഞ പോലെ വേറെ ഒന്നും അഡീഷണൽ ആയിട്ട് എടുത്തിട്ടില്ല. പിന്നെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ദൃഷ്ടി IASൻ്റെ ഒക്കെ കുറേ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പം അത്തരം അതിൽ നിന്ന് നോക്കിയിട്ട് നമ്മളുടെ തന്നെ അത് വലിയ എസ്സേ പോലെയാണ് അവർ എഴുതിയിട്ടുള്ളത്. അതൊക്കെ നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ കുറേ പോയിന്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ടീച്ചർ, താങ്ക് യു. പിന്നെ ഞാൻ കുറച്ച് എല്ലാം കിട്ടും. അറിയാം. ഓക്കെ സാർ, പറഞ്ഞോളൂ. NCERT തന്നെ നമുക്ക് എല്ലാം കിട്ടും ജോഗ്രഫി. അതെ, പ്രത്യേകിച്ച് +1 +2 അത് വാസ്റ്റ് ആണ്. അതെ. അതിൽ അത് നിന്ന് അത്ര തന്നെ വരുള്ളൂ സാർ, അത്ര തന്നെ വരുള്ളൂ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ എഴുതിയ പരീക്ഷയ്ക്ക് ജോഗ്രഫി കുറച്ചുകൂടി നല്ല ടഫായിരുന്നു. നമ്മൾ സ്ട്രീം 3യുടെ 2ാമത് നടത്തിയതുകൊണ്ട്. അതിന് മുൻപ് വന്നതെല്ലാം പ്യുവർലി ആ ബുക്സ് പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ഓക്കെ ടീച്ചർ, ഓക്കെ, താങ്ക് യു. എനിക്ക് തോന്നുന്നു നമ്മൾ പേടിക്കാതെ പരീക്ഷ അപ്രോച്ച് ചെയ്യുക, പേടിക്കാതെ പഠിക്കുക, അല്ലേ മാഡം? അതെ. നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് അത് മാത്രം ചിന്തിക്കാം. അതെ, തീർച്ചയായും. എപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം, സാറാണ് എന്നെ അത് പഠിപ്പിച്ചത്. നമ്മൾ അയ്യോ എനിക്കിത് പറ്റുമോ എന്ന് ചിന്തിക്കരുത്, എനിക്ക് പറ്റും എന്ന് തന്നെയായിരിക്കണം എപ്പോഴും ചിന്തിക്കേണ്ടത്. ഞാനിത് നേടും, ഞാനിത് എഴുതും, ഞാൻ നന്നായി എഴുതും എന്നാണ്. എനിക്ക് എഴുതാൻ പറ്റണേ എന്നല്ല, ഞാൻ എഴുതും എന്ന് തന്നെ എപ്പോഴും മനസ്സിൽ തന്നെ അത് ഉറപ്പിക്കാൻ, നമ്മളോട് തന്നെ നമ്മളൊന്ന് പറഞ്ഞ് ഉറപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ചിട്ട് ആക്ട് ചെയ്തോളും. അപ്പം നമുക്ക് പിന്നെ നമ്മൾ മാക്സിമം നന്നായിട്ട് വർക്ക് ചെയ്യുക. നന്നായിട്ട് ഹാർഡ് വർക്കിനേക്കാൾ സ്മാർട്ട് വർക്കാണ് വേണ്ടത്. നമ്മളുടെ സിലബസിൻ്റെ കോറായിട്ടുള്ള ഏരിയാസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് പോയിന്റ് വെച്ച് എഴുതി പ്രിപ്പയർ ചെയ്ത് പോവുക. മാക്സിമം പ്രിലിംസിന് ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നോ എന്ന് ചോദിച്ചാൽ അതേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടില്ലായിരിക്കാം, പക്ഷെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ നമ്മളത് സഹായിക്കും. മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അത് നമ്മുടെ പരീക്ഷയുടെ ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറേ അവൈലബിൾ ആയിട്ടുള്ളൂ. മറ്റ് സ്റ്റേറ്റുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും UPSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടും ആൻസർ ചെയ്ത് ശീലിക്കുക. അത് നമ്മളെ നന്നായിട്ട്, അതായത് പെട്ടെന്ന് വായിച്ച് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ ഓപ്ഷൻസിനെ ഐഡന്റിഫൈ ചെയ്ത് പെട്ടെന്ന് എന്താ പറയുക കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാക്ടീസ് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പം നമ്മൾ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അതിൻ്റെ കൃത്യമായിട്ടും പരീക്ഷ ചെയ്യുന്ന പോലെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യണം. ഒരു കാരണവശാലും ഒരു ചോദ്യം നോക്കി അതിൻ്റെ ഉത്തരം മറിച്ച് നോക്കി അടുത്ത ചോദ്യം നോക്കി അതിൻ്റെ ഉത്തരം മറിച്ച് നോക്കി അങ്ങനെ ചെയ്യരുത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു, ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പരീക്ഷയുടെ സമയം അതിലുണ്ടാവുമല്ലോ. 1.5 hours ആണെങ്കിൽ 1.5 hours നമ്മൾ ആ പരീക്ഷ എഴുതുന്നു. അങ്ങനെ ചെയ്യണം. തെറ്റ് ശരി അതൊന്നും ആദ്യ ഘട്ടത്തിൽ നിങ്ങൾ അങ്ങനെ നോക്കേണ്ടതില്ല. നമ്മൾ പരീക്ഷ എഴുതുന്നു, പരീക്ഷ എഴുതി തന്നെ ശീലിക്കണം. പിന്നീട് നമുക്ക് ഏതൊക്കെ തെറ്റിപ്പോയി, അതെന്തുകൊണ്ട്, അങ്ങനെ കറക്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യണം. ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ നോക്കി ആൻസർ നോക്കി നിൽക്കരുത്. ഇനി ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? സാറാണ് എല്ലാം ചോദിക്കുന്നത്.
എല്ലാവരുടെ സംശയം തീർന്നോ? ഇനി ചിലപ്പോൾ പഠിച്ചു തുടങ്ങുമ്പോഴായിരിക്കും സർ സംശയങ്ങൾ ഇങ്ങനെ വരിക. ഈ സ്ഥലത്ത് എന്ത് ചെയ്യണം, ഇങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇപ്പോൾ ഇതിൽ നമ്മുടെ കുട്ടികൾ ആരായിരുന്നാലും, ഇതിൽ അറ്റൻഡ് ചെയ്യുന്നവർ ആരായിരുന്നാലും ഏത് സമയത്തും എന്ത് ഹെൽപ്പിനും വിളിക്കാം. നമ്മൾ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് നമുക്ക് എൻ്റെ അറിവിലുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ സാറിന് എന്താ പറയുക, ഒരു ഗുരുദക്ഷിണയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാം. ഏത് തരത്തിലുള്ള ഹെൽപ്പാണ് വേണ്ടതെങ്കിൽ അത് ചോദിക്കാം. എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യാം, എപ്പോഴാണെങ്കിലും, നിങ്ങളുടെ പരീക്ഷ വരുന്നത് വരെ എപ്പോഴാണെങ്കിലും. ഡൗട്ട് ഇല്ലെന്ന്. എനിവേ മാഡം, താങ്ക് യു ടീച്ചർ. താങ്ക് യു ടീച്ചർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാഡം, വളരെ നന്ദി. ഈ ഒരു സാർ എന്നോട് നന്ദി പറയരുത് സാർ, ഇതെന്റെ ഡ്യൂട്ടിയാണ്. ഈ ഒരു ഇത്രയും വലിയൊരു ടൈം ഷെഡ്യൂളില് എന്താണ് മാഡം ടൈറ്റ് ആണെന്ന് നമുക്കറിയാം. കാര്യം ഈ പറഞ്ഞ വർക്കും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. എന്നാലും വന്നു. നിങ്ങളുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് മാഡം ഇപ്പോൾ ലാസ്റ്റ് ഓഫർ ചെയ്ത ഒരു ഓഫറിങ്, ഒരു ബിഗ് താങ്ക്സ് മാഡം. താങ്ക് യു മാഡം, ആൻഡ് once more congratulations. Thank you sir, thank you very much. Thank you sir.